Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. കടലപ്പരിപ്പ് പായസം. ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കി വരാം. പായസത്തിനായിട്ട് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോഴേ പരിപ്പിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. പരിപ്പ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 4 വിസിലിനുള്ളിൽ ഇത് വെന്ത് കിട്ടുവേ. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ശർക്കര പാനിയാക്കി എടുക്കാം. അതിനായിട്ട് 2 കപ്പ് ചീകിയ ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുക്കാൻ വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ 100 ഗ്രാം പരിപ്പ് എടുക്കുകയാണെങ്കിൽ 200 ഗ്രാം ശർക്കര എടുക്കാം. നല്ല മധുരം വേണ്ടവരാണെങ്കിൽ 250 ഗ്രാം ശർക്കര വരെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് പരിപ്പ് പായസത്തിൽ കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. പായസം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ചടച്ചെടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. അരിച്ചൊഴിക്കുക കേട്ടോ. ശർക്കരയിൽ അഴുക്ക് പായസത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അധികം അഴുക്കില്ലാത്ത ശർക്കരയാണ് ഞാൻ എടുത്തത്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഈ ശർക്കരയും പരിപ്പും കൂടെ നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ഈ സമയം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂണ് ജീരകവും 1/4 ടീസ്പൂൺ എടുത്ത് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും ചേർത്തതാണ്. ഇതിനി നല്ലോണം തിളപ്പിച്ചെടുക്കാം. പിന്നെ 1.5 കപ്പ് പാല് നിങ്ങൾ വെള്ളം ചേർക്കാതെയും തിളപ്പിച്ചെടുക്കണം. ഇവിടെ ശർക്കരയും പരിപ്പും കൂടിയിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർത്ത് തിളപ്പിച്ച് വെച്ച പാലില്ലേ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ഈ പായസം നല്ലോണം ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ വെള്ളം ചേർക്കാത്ത പാല് ചേർക്കാം. ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള പാല് ചേർക്കുക. ലാസ്റ്റിൽ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇത് പരിപ്പ് പായസമാണല്ലോ. ഇത് ഇരിക്കും തോറും കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പാല് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് വറുത്തിടാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ കാഷ്യൂനട്ട് ചേർക്കാം. ഇനി ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത് ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പായസം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ പാല് പിരിഞ്ഞു പോത്തില്ല. നിങ്ങൾ ഈ രീതിയിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.